ഓക്കെ, ഇനി അടുത്തൊരു കാര്യം തുടങ്ങാം. ന്യൂട്ടൺ മെത്തേഡ്. ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പ് ഇപ്പൊ ഈ പേജിലോട്ട് ഒന്നും നോക്കണ്ട, ജസ്റ്റ് പറയുന്ന ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇത് ചെറിയൊരു കാര്യം പറയാം. അതായത് സപ്പോസ് എൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, എന്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5 എന്ന്. എൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്തുനിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യുക? പൊതുവെ നമുക്ക് ഒരു വഴി എടുക്കാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എന്ത്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 എന്ന് വരും, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 എന്ന് വരും. ഓക്കെ, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 എവിടെ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുത്തപ്പോൾ. ഞാൻ ബേസിക്കലി ചോദിക്കട്ടെ, എന്താ ഈ എഫ് ഓഫ് എക്സ്? അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5 ബേസിക്കലി എന്താ എഫ് ഓഫ് എക്സ്? വൈ വാല്യൂ തന്നെ. ഓക്കെ, മനസ്സിലായില്ല? അതായത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5 തന്നെയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5. നമ്മൾ വൈയെ ഇൻ ടേംസ് ഓഫ് മീൻസ് എക്സിൽ കണ്ടുപിടിക്കാൻ നോക്കുന്നതല്ല, റെപ്രസെന്റ് ചെയ്യുന്നതാ, വേറെ ഒന്നുമില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്ത് എന്താ, y ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തേ. അപ്പോൾ എന്ത് മനസ്സിലായി? y ഈക്വൽ ടു 0 ആയപ്പോൾ എക്സ് സ്ക്വയർ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 കിട്ടി. എന്ത്, y ഈക്വൽ ടു 0 ആയപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5. y എവിടാ 0 വന്നേ? y എവിടാ പുതിയ 0 വന്നേ? y 0 വന്ന രണ്ട് സ്ഥലങ്ങളെ കാണാൻ പറ്റൂ. ഒന്നെങ്കിൽ എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും y 0 അല്ലെങ്കിൽ ഒറിജിൻ. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയെന്ത്, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5. സോ ഒറിജിൻ അല്ല. അപ്പോൾ എന്താണ്, എക്സ് ആക്സിസില്ല. ഇത്ര ഒരു ഐഡിയ കിട്ടിയോ? സോ ബേസിക്കലി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ആക്ച്വലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടല്ലോ എഫ് ഓഫ് എക്സ്, അത് എക്സ് ആക്സിസിലെ ഏതൊക്കെ പോയിന്റിൽ കൂടെ ക്രോസ് ചെയ്യും, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫംഗ്ഷൻ എക്സ് ആക്സിസിൽ എവിടൊക്കെയാ ക്രോസ് ചെയ്ത് പോകുന്നതെന്നാ. മനസ്സിലായോ? ഓക്കെ, സപ്പോസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തെന്ന് വെച്ചോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ എക്സിൽ എക്സ് ആക്സിസ് ഏതൊക്കെ പോയിന്റിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്നത്? സൈൻ 0 ക്രോസ് ചെയ്യും, സൈൻ 180 ക്രോസ് ചെയ്യും, സൈൻ 360 ക്രോസ് ചെയ്യും. വിഷ്വലി കാണിച്ചാൽ എന്തിനാ പാടുപെടുന്നത്? ആണ് നോക്ക്, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. ഓക്കെ, മീൻസ് ഇത് ഗ്രാഫിന്റെ ഒരു പാർട്ട് മാത്രം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ, ഈ നടുക്കൂടെ പോകുന്നതാണ് നമ്മുടെ എക്സ് ആക്സിസ് ലൈൻ. ഓക്കെ, ഇത് വൈ ആക്സിസ് ലൈനും. അപ്പോൾ നോക്ക്, നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ക്രോസ് ചെയ്യുന്ന ഇവിടെ കണ്ടേ, സൈൻ 0 ക്രോസ് ചെയ്യുന്നുണ്ട്, 180 ക്രോസ് ചെയ്യുന്നുണ്ട്, പിന്നെ 360 ക്രോസ് ചെയ്യുന്നുണ്ട്, 540 ക്രോസ് ചെയ്യുന്നുണ്ട്, 720 ക്രോസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, സൈൻ എക്സ് മൾട്ടിപ്പിൾ ടൈംസ് എന്താ നമ്മുടെ ഇത് ഫംഗ്ഷന് നമ്മുടെ എക്സ് ആക്സിസ് ക്രോസ് ചെയ്യും. പക്ഷെ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഏതാ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5 എന്ന് പറയുന്ന ഫംഗ്ഷൻ 2 പോയിന്റിലെ ക്രോസ് ചെയ്തു. ഏതാ അത്? പ്ലസ് ഓർ മൈനസ് 5. അപ്പൊ മനസ്സിലായല്ലോ. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ എക്സ് ആക്സിസിൽ ക്രോസ് ചെയ്ത് പോകുന്ന ആ പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സിനെയാണ് നമ്മൾ റൂട്ട്സ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അല്ലെ സീറോസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് എക്സ് ആക്സിസിൽ ഏത് പോയിന്റിലാണോ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, ആ ക്രോസ് ചെയ്ത പോയിന്റ് ആണ് റൂട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ റൂട്ട് എന്ന് പറഞ്ഞ ടേം കേട്ടല്ലോ, ഇതിന് മുമ്പും കേട്ടില്ലേ? സ്ക്വയർ റൂട്ട്സ് അല്ലെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസിന്റെ റൂട്ട്സ്. ഓക്കെ, ഇതെല്ലാം സെയിമാ. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊന്നും നമ്മുടെ സ്കൂളിൽ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു പോയിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മളെന്താ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ബേസിക്കലി, അതായത് 25ന്റെ സ്ക്വയർ റൂട്ട് എന്താ, പ്ലസ് ഓർ മൈനസ് 5. അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ വന്ന് അപ്പോൾ എന്ത് ചെയ്ത് അത് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മളത് സോൾവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഇതൊക്കെ ബേസിക്കലി നമുക്ക് എന്താ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. അതായത് എക്സിന് 2 വാല്യൂസ് റിട്ടേൺ ചെയ്ത് വരും. ഓക്കെ, ഈ 2 കാര്യം എടുത്താലും ഒന്ന് മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a, മറ്റേത് മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. മറ്റേത് സ്ക്വയർ റൂട്ട് ആണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾ 25 ആണെങ്കിൽ പ്ലസ് 5 മൈനസ് 5. ഓക്കെ,
അല്ല ഇനി ക്യൂബിക്കിന്റെ ആണെങ്കിൽ 3 വാല്യൂസ് അല്ലേ? അല്ല ക്യൂബിക് അല്ല, ഇനി ഒരു 4th ഡിഗ്രി ടേം ആണെങ്കിൽ എക്സിന്റെ നമുക്ക് 4 വാല്യൂസ്. ഓക്കെ, ബേസിക്കലി എപ്പോഴേലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ ഈ വാല്യൂസ്, അല്ലെ എന്താ ഈ വാല്യൂസ്? നമ്മുടെ അടുത്ത് സാധാ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, സോൾവ് ദിസ് ഇക്വേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 4x-നെ അല്ലെ 3x-നെ അല്ലെ 2x-നെ എത്ര ഡിഗ്രിയാണോ ഇങ്ങനെ വാരി കണ്ടുപിടിച്ചിട്ട് കൊടുക്കും, കാണാൻ പിടിച്ചൊരു ഇക്വേഷൻ വെച്ചിട്ട്. പക്ഷെ റിയൽ ലൈഫിൽ ഇങ്ങനെ ചോദിക്കുക എന്താണ് ഈ സാധനം, ഇതുകൊണ്ട് എന്താ ഉപകാരം? ഓക്കെ, ബേസിക്കലി ഇവരെല്ലാം മീൻ ചെയ്യുന്ന ഒന്നാ, ഈ റൂട്ട് എന്ന് വിളിക്കുന്ന സാധനം മൊത്തത്തിൽ മീൻ ചെയ്യുന്ന ഒന്നാ. ഇവര് എക്സ് ആക്സിസിൽ എവിടാണ് ക്രോസ് ചെയ്തു പോകുന്നത്? മനസ്സിലായോ? മനസ്സിലായില്ല, ഞാൻ അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് സ്ക്വയർ റൂട്ടിന്റെ തന്നെ കേസ് എടു, എക്സ് സ്ക്വയർ ഈക്വൽ ടു 25. ഓക്കെ, നമ്മൾ എന്താ ബേസിക്കലി ചെയ്യുക, എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 ഇങ്ങനെയല്ലേ ചെയ്തു വെക്കുക. പക്ഷെ ഇത് ആക്ച്വലി എന്താ സാധനം എന്നറിയാം? എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് എഴുതുന്നത് നമുക്ക് എങ്ങനെ എഴുതാന്നറിയാം? എക്സ് സ്ക്വയർ മൈനസ് 25 ഈക്വൽ ടു 0. ഇവിടുത്തെ നമ്മുടെ എഫ് ഓഫ് എക്സ് ആണ് എക്സ് സ്ക്വയർ മൈനസ് 25. മനസ്സിലായോ? ഇവിടെ നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ എഫ് ഓഫ് എക്സ് എക്സ് ആക്സിസിൽ ഏതൊക്കെ പോയിന്റിൽ കൂടെ കട്ട് ചെയ്ത് പോകുന്നതെന്ന്. നമ്മൾ ഈ പറഞ്ഞ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, എക്സ് സ്ക്വയർ മൈനസ് 25, ഇത് എക്സ് ആക്സിസിൽ കട്ട് ചെയ്ത് പോകുന്ന 2 പോയിന്റിൽ കൂടെ. ഏതൊക്കെ പോയിന്റ് എന്നറിയോ? ഒന്ന് +5, ഒന്ന് -5. മനസ്സിലായോ? ഇങ്ങനെയാണ് ബേസിക്കലി അതിന് എഴുതുന്നത്. അല്ലെ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടല്ലോ, സപ്പോസ് ചെയ്ത എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനത്തെയൊക്കെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ് നമ്മൾ എഴുതുമല്ലോ, അതിന്റെ റൂട്ട് ബേസിക്കലി നമുക്ക് എന്താ തരുന്നത്? അതായത് ഈ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു പരാബോള ആയിരിക്കും തരുന്നത്. ഓക്കെ, ആ പരാബോള എക്സ് ആക്സിസിൽ ഏതൊക്കെ പോയിന്റിൽ കൂടെ കട്ട് ചെയ്ത് പോകുന്നതെന്ന്. മനസ്സിലായോ? അതാണ് ബേസിക്കലി നമ്മളോട് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ എക്സാമിന് ചുമ്മാ ചെന്ന് പഠിച്ച് ഇക്വേഷൻ വെച്ച് കുത്തിയിരുന്ന് എഴുതുന്നതോ ഇതൊന്നുമല്ല സാധനം. റിയൽ ലൈഫിൽ എന്താന്ന് ചോദിച്ചാൽ, ഈ റൂട്ട്സ് ബേസിക്കലി നമുക്ക് തരുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇവര് എക്സ് ആക്സിസിൽ കറക്റ്റ് ഏത് സ്പോട്ടിൽ കൂടെ കട്ട് ചെയ്തു പോകുന്നത്. മനസ്സിലായോ? ഒരു 3rd ഡിഗ്രി ഉള്ള ഒരു ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ എക്സ് ആക്സിസിൽ കൂടെ ഒരു 3 പോയിന്റിൽ കൂടെ കട്ട് ചെയ്തു. മനസ്സിലായോ? അല്ലെ 4th ഡിഗ്രി ആണെങ്കിൽ ചിലപ്പോൾ 4 ആയിരിക്കും. സൈൻ്റെ നമ്മൾ കണ്ടല്ലോ എത്ര ഭാഗത്തൂടെ കട്ട് ചെയ്തു പോകുന്നത്. പിന്നെ ഒരു ക്വാഡ്രാറ്റിക് എടുത്താൽ 2 ഭാഗത്തൂടെ ആയിരിക്കും കട്ട് ചെയ്തു പോകുന്നത്. ഓക്കെ, ചില ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സിമ്പിൾ ആയിരിക്കും. എങ്ങനെ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറയുന്നത്, അതായത് എക്സ് സ്ക്വയർ മൈനസ് 25 ഈക്വൽ ടു 0. ചിലത് വേറെ ടേംസ് ആഡ് ചെയ്യും, എക്സ് സ്ക്വയർ മൈനസ് 25x പ്ലസ് 3 എന്നൊക്കെ വരും. ഓക്കെ, ബേസിക്കലി ഇവരെല്ലാം നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെല്ലാം എക്സ് ആക്സിസിൽ ഏത് പോയിന്റിൽ കൂടെ കട്ട് ചെയ്ത് വന്ന. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കൂളിൽ പറഞ്ഞു തരാത്തത്. ഓക്കെ, ഇനി ന്യൂട്ടൺ മെത്തേഡ് ഇവിടെ എന്താ ചെയ്യണേ അറിയണ്ടേ? ബേസിക്കലി ഒന്നുമില്ല, ഈ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ എന്താണ് ഡെറിവേറ്റീവ് ഉപയോഗിച്ച് അല്ലെ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ ന്യൂട്ടൺ മെത്തേഡിന്റെ ഒരു സിമ്പിൾ വർക്കിംഗ് കാണിച്ചു തരാം. ഓക്കെ, അതിന് ഇതാ ഈ ഒരു അത് കഴിഞ്ഞ ബാക്കിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ഇമേജ് എല്ലാം എടുക്കുക. നമുക്ക് ഈ ഫംഗ്ഷന്റെ ഒരു റൂട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ കാണുന്നതാണ് റൂട്ട് 2. പക്ഷെ നമുക്ക് അറിയത്തില്ല ഏതാ റൂട്ട് എന്ന്. അപ്പൊ എന്താ, നമ്മളൊരു പോയിന്റിൽ നിൽക്കുക. സപ്പോസ് ഏത് എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിൽക്കുക. ആ പോയിന്റിൽ നിന്നുകൊണ്ട് എനിക്ക് റൂട്ട് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഫംഗ്ഷന്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എന്ത് റാൻഡം ആയിട്ട് ഒരു പോയിന്റ് എടുത്ത് എക്സ് ഈക്വൽ ടു 5, ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കും. എന്താണ് ടാൻജന്റ്? ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ഒരു ടാൻജന്റ് വരച്ചപ്പോ എന്ത് പറ്റിയുണ്ടേ, ആ ടാൻജന്റ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ, അത് വന്ന് എക്സ് ആക്സിസിൽ ഒരു പോയിന്റിൽ മുട്ടി. ഓക്കെ, മുട്ടിയേ. അപ്പൊ എന്ത് ചെയ്ത്, ആ പോയിന്റിൽ നിന്ന് നേരെ മേലോട്ടുള്ള എക്സിന്റെ വാല്യൂ എന്തോ ഞാൻ ചെക്ക് ചെയ്ത്. അപ്പൊ എന്ത് കിട്ടി, എനിക്ക് ഇത് കിട്ടി. ഇനി ഞാൻ അവിടെ ഒരു ടാൻജന്റ് വരച്ചു. കണ്ടോ, ഇപ്പൊ ആ ടാൻജന്റ് വന്ന് എക്സ് ആക്സിസ് ഇവിടെ മുട്ടി. ഓക്കെ, അതിന്റെ നേരെ മേളിലായിരിക്കുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു ടാൻജന്റ് വരച്ചു. ആ മൂന്നാമത്തെ ടാൻജന്റ് നിന്ന് ഹിറ്റ് ആയത് എവിടെ നോക്ക്, കറക്റ്റ് നമ്മുടെ റൂട്ടിൽ. ഓക്കെ, വേണേ എനിക്ക് ഇച്ചിരി കൂടെ ആക്യുറേറ്റ്, ഇപ്പൊ തണ്ട എറർ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇച്ചിരി കൂടെ ആക്യുറേറ്റ് ആകാൻ വേണ്ടി ഇച്ചിരി കൂടെ, അപ്പൊ എറർ വീണ്ടും കുറഞ്ഞു. അതായത് എക്സാക്ട് റൂട്ടിൽ ചെന്ന് തന്നെ ഹിറ്റ് ചെയ്ത് ലാസ്റ്റിലത്തെ. അപ്പൊ എനിക്ക് എന്ത് പറ്റി, അവിടെ നിന്ന് റൂട്ട് കിട്ടി. അതായത് നിങ്ങൾ കണ്ടില്ലേ, ബേസിക് ആയിട്ടും എന്താണ് ഒരു 3-4 ടാൻജന്റ് വരച്ചുകൊണ്ട് നമുക്ക് കണ്ട
നമ്മുടെ ഡിസൈഡ് വാല്യൂവിൽ നമ്മളെത്തി. അപ്പോൾ പിന്നെ ചോദിക്കല്ല് √4 എന്താന്ന് അറിയാൻ ടാൻജന്റ് വരയ്ക്കണമെന്ന്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സിമ്പിൾ എക്സാമ്പിൾ എടുത്തതന്നേ ഉള്ളൂ. റിയൽ ലൈഫിലൊക്കെ മാറി. ഓക്കെ, ഇതാണ് ബേസിക്കലി ന്യൂട്ടൺ ലോ പറയുന്നത്. എന്താണ് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഞാൻ ജസ്റ്റ് കയറുന്നതിന് മുമ്പ് എന്താണ് എന്നത് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞുതരാം. എവിടെ ഓക്കെ, നമുക്ക് തുടങ്ങാം. എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് f(x). ഓക്കെ, തൽക്കാലം ഇപ്പൊ എനിക്കറിയാവുന്നൊരു പോയിന്റ് ഉണ്ട് x0, അല്ലെ നമ്മുടെ ഒരു ഇനിഷ്യൽ പോയിന്റ്. ഞാൻ അവിടെ നിൽക്കുക x0യിൽ. അപ്പം അവിടുത്തെ y വാല്യൂ എന്തായിരിക്കും? f(x0). ഞാനിപ്പോൾ x0യിൽ നിൽക്കുകയെന്നല്ലോ. ഞാൻ ആ പോയിന്റിൽ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കാൻ പോവാം. ഓക്കെ, അതായത് സ്റ്റോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. ടാൻജന്റ് അവിടെ വരയ്ക്കാൻ പോവാം. ബേസിക്കലി ഡെറിവേറ്റീവ്. അതിന് നമുക്ക് എന്ത് വിളിക്കാം? m എന്ന് വിളിക്കാം. അപ്പോൾ m എന്തായിരിക്കും? f'(x0). കാരണം നമ്മൾ x0യിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ f'(x0). ഇനി താഴോട്ട് വന്ന ഈ ഇക്വേഷൻ എവിടെ കണ്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ. അപ്പോൾ സംശയം തോന്നില്ല, ഇതെങ്ങനെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആയിരുന്നു? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വന്ന നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ ലൈനിന്റെ ഇക്വേഷൻ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എന്ത്? f(a) + f'(a) x - a. അതേ ഇക്വേഷൻ തന്നെ. ഓക്കെ, ഇവിടെ f(a) എന്ന് പറഞ്ഞാൽ y0, f'(a) എന്ന് പറയുന്നത് നമ്മുടെ m-ഉം a എന്ന് പറയുന്നത് നമ്മുടെ x0യും. ഓക്കെ, x0 എന്ന് പറഞ്ഞ വാല്യൂലാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ x0ക്ക് എന്ത്? x0 എന്ന് പറയുന്ന പോയിന്റിലെ x കോർഡിനേറ്റ് ആണല്ലോ x0. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y കോർഡിനേറ്റും കാണുമല്ലോ, അതൊരു y വാല്യൂയും കാണുമല്ലോ. അതാണല്ലോ നമ്മുടെ y0 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷനിൽ നിന്ന് വന്നവർക്കറിയാം, നമ്മൾ അവിടെ ജസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത a എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഓക്കെ, ആ a എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആരാ? x0. അപ്പം f(a) എന്ന് പറഞ്ഞ ആരാ? ആ പോയിന്റിലെ y വാല്യൂ. ഇവിടെ x0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആരാ? y0. അപ്പൊ f(a) എങ്ങനെ y0 എന്ന് മനസ്സിലായല്ലോ. ആൻഡ് നമ്മളിവിടെ ഏത് പോയിന്റിലെ ടാൻജന്റ് വരയ്ക്കുന്നത്? x0 y0 എന്ന് പറഞ്ഞ പോയിന്റിൽ. അപ്പം x0 y0 എന്ന് പറഞ്ഞ പോയിന്റിലെ ടാൻജന്റ്, അതായത് സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്, അല്ലെങ്കിൽ ബേസിക്കലി പറഞ്ഞ ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? f'(x0). ഓക്കെ, അതിൽ സംശയമില്ല. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അതായത് a, ഈ കേസിൽ x0. അപ്പൊ f'(x0) എന്ന് പറയുന്നത് f'(a) തന്നെ. അപ്പൊ മനസ്സിലായില്ല എങ്ങനെ f'(x0) ആയെന്ന്? ബേസിക്കലി സിമ്പിൾ. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞത് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ തൊട്ട് മുമ്പേ എന്താണ് ലീനിയർ അപ്രോക്സിമേഷൻ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ടാൻജന്റിന്റെ ഇക്വേഷൻ വരുന്നത് നമ്മൾ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതായത് ബേസിക്കലി ടാൻജന്റ് എന്ന് പറയുന്ന ലൈൻ ആണല്ലോ. അപ്പൊ ആ ലൈൻ ഒരു ലിനിയർ ഇക്വേഷൻ കാണുമല്ലോ ആ ലൈനിൽ. അപ്പൊ ആ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ വരും എന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലൈനിന്റെ ഇക്വേഷൻ ആണ് f(a) + f'(a) into x - a എന്ന് പറയും. ഇതിന്റെ അകത്ത് a എന്ന് പറഞ്ഞാൽ എന്ത്? നമ്മൾ ഏത് പോയിന്റ് ആണ് എടുക്കുന്നത് ടാൻജന്റ് വരയ്ക്കാൻ. ഇവിടെ നമ്മൾ x0 y0 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുന്നത്. സോ ബേസിക്കലി അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താ f(x0)നെ f(a) എന്ന് വിളിച്ചതും f'(x0)നെ എന്ത് നമ്മൾ f'(a) എന്ന് വിളിച്ചതും. ഓക്കെ, അത്രേ ഉള്ളൂ. ബേസിക്കലി വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കവർ ചെയ്ത് വന്നവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളത്. അഥവാ ഇനി നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഒറ്റ കാര്യങ്ങൾ നേരെ ഗൂഗിൾ ചെയ്യുക. ഗൂഗിൾ ചെയ്തിട്ട് ഇക്വേഷൻ ഓഫ് എ ടാൻജന്റ് എന്ന് കൊടുത്താൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അത് ഈ ഇക്വേഷൻ ആയിരിക്കും പോയിന്റ്സ് ലോ ഫോം എന്ന് അതിനെ വിളിക്കുന്നത്. ഓക്കെ, അത് ബേസിക്കലി ലൈനിൽ നമുക്ക് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് അതിന്റെ y = mx + b എന്ന് വിളിക്കാമല്ലോ, അതുപോലെ ഒരു ഫോമാണ് ഇത്. ഈ ഫോമിനെ വിളിക്കുന്നത് പോയിന്റ്സ് ലോ ഫോം എന്നാണ്. ഓക്കെ, നമ്മളിവിടെ ടാൻജന്റ് എന്ന് പറയുന്ന ലൈൻ ആണല്ലോ. അല്ല, ഇതിനെക്കുറിച്ച് ക്ലിയർ കട്ടായിട്ട് റെഡി കിട്ടണമെങ്കിൽ നമ്മൾ ലീനിയർ അപ്രോക്സിമേഷനെ കുറിച്ച് പറയുന്നതിന്റെ അവിടെ കയറി നോക്കിയാൽ മതി. അപ്പം ചിലപ്പോൾ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റോട്ട് പോകാനായിട്ട് അവിടെ പറയുന്നുണ്ടായിരിക്കും. അത് ഇച്ചിരി ലെങ്ത് ചെയ്യാം, പക്ഷെ അറിഞ്ഞിരിക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടാൻജന്റിന്റെ ഇക്വേഷൻ. ഓക്കെ, എന്നിട്ട് സ്റ്റിൽ അവിടെ ഒന്നും പോകണ്ട, ക്വിക്കായിട്ട് മനസ്സിലാവണ്ട. ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് എന്ന് പറഞ്ഞുതരാം. അതായത് ബേസിക്കലി ഇപ്പോൾ ഒരു ലൈൻ തന്നിട്ട് അതിന്റെ സ്ലോപ്പ് നിങ്ങളോട് കാണാൻ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? അതായത് സപ്പോസ് ഇപ്പം നമ്മൾ ഒരു പോയിന്റിൽ നിൽക്കുക x0 y0. അവിടുന്ന് നമ്മൾ മൂവ് ചെയ്ത് x1 y1 എന്ന് പറഞ്ഞ പോയിന്റിൽ പോയി. ഇനി
ആ സ്ലോപ്പ് ബിറ്റ്വീൻ ദാറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ബേസിക്കലി ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് y1 മൈനസ് y0 ഡിവൈഡ് ബൈ x1 മൈനസ് x0. ഇതാണല്ലോ നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നത് നമ്മുടെ എന്ത് സ്ലോപ്പിന്റെ ഇക്വേഷൻ. ഇത് എന്താ പറയുക, ഇവിടെ ഈ x0യും x1ഉം y0 y1ഉം തമ്മിൽ നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, നോട്ടബിൾ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേങ്കിൽ കാൽക്കുലസിന്റെ കേസ് വരുമ്പം ഇതിങ്ങനല്ല വർക്ക് ചെയ്യുന്നത്. കാൽക്കുലസിൽ നമുക്ക് ഇത്ര 2 പോയിന്റ് എടുത്തിട്ട് ആണ് നമ്മൾ ആക്ച്വലി സ്ലോപ്പ് വരയ്ക്കുന്നത് അല്ലേ? x0 y0യും x1 y1ഉം. പക്ഷെ കാൽക്കുലസിൽ നമുക്കത് പറ്റൂല. കാൽക്കുലസ് സ്ലോപ്പ് അറ്റ് സിംഗിൾ പോയിന്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതൊരൊറ്റ സിംഗിൾ പോയിന്റിലാണ് നമ്മൾ സ്ലോപ്പ് വരയ്ക്കുന്നത്. ഓക്കെ, പക്ഷേങ്കിൽ നമുക്കൊരൊറ്റ സിംഗിൾ പോയിന്റ് വരയ്ക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആക്ച്വലി ഇൻ ദ സെൻസ് ഒറ്റ സിംഗിൾ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വളരെ അടുത്തുള്ള 2 പോയിന്റ് എടുക്കും. വളരെ അടുത്തെന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ എടുക്കും. അങ്ങനെയാണ് ആക്ച്വലി സീക്കൻഡ് ചെറുതായി ടാൻജന്റ് ആയിട്ട് വരുന്ന ലിമിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ സ്ലോപ്പ് അറ്റ് സിംഗിൾ പോയിന്റ് എടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന 2 പോയിന്റിൽ ഒരു പ്രത്യേകതയുണ്ട്. അവർ വളരെ അടുത്തായിരിക്കും. അതായത് സപ്പോസ് ഈ കേസിൽ x0 y0യും x1ഉം y1ഉം ആണ് നമ്മളെടുത്തത്. ഈ x0യിൽ നിന്ന് ചിലപ്പോൾ x1ലോട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.0000001 ആയിരിക്കും. അതുപോലെ y0 നിന്ന് y1ലോട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ 0.0000002 അങ്ങനെ എന്തെങ്കിലും വളരെ ചെറിയ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ദൂരെ നമ്മൾ നോക്കി ഒറ്റ പോയിന്റ് ആണെന്ന് തോന്നും. അങ്ങനെയാണ് ആക്ച്വലി സ്ലോപ്പ് അറ്റ് സിംഗിൾ പോയിന്റ് എടുക്കുന്നത്. അപ്പം ഈ കേസിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇക്വേഷൻ കണ്ടാൽ ഏതാണ്ട് അതുപോലെ തന്നെ ഇരിക്കുക. അതായത് എം സ്ലോപ്പ് ഈക്വൽ ടു ഇതെന്താ, ഈ y മൈനസ് y0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ പോലല്ലേ ഇരിക്കുന്നത്, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് x0 തന്നെ ആയിരുന്നു. അതിനെ പക്ഷെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നതാ. ഇനി ഇവിടുത്തെ കേസ് നോക്കിയാൽ ഈ x0 y0 എന്ന് പറയുന്നതാണ് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഇനിഷ്യൽ പോയിന്റ്. ഓക്കെ, ഇനി എം എന്ന് പറയുന്നത് x0യിലുള്ള സ്ലോപ്പ്. ഓക്കെ, അതായത് x0യിലുള്ള ഡെറിവേറ്റീവ് ബേസിക്കലി പറഞ്ഞാൽ. ഇനി ഈ വൈയും എക്സും എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മുടെ ടാൻജന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. അപ്പൊ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈനിലെ വേറെ വാല്യൂസും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ആ പോയിന്റിലെ എക്സ് വാല്യൂ വൈ വാല്യൂ. ഓക്കെ, അതിനെ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ഇതുപോലെ എഴുതിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ് ഇന്റർസെപ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചോദിക്കും എക്സ് ഇന്റർസെപ്റ്റ് അതെന്താ? എടേ ബേസിക്കലി എക്സ് ഇന്റർസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫംഗ്ഷൻ എക്സിൽ കട്ട് ചെയ്ത് പോകുന്ന പോയിന്റ്. ഓക്കെ, അതാണ് ഇന്റർസെപ്റ്റ് പോയിന്റ്. മനസ്സിലായോ? അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെ y0 ആയിരിക്കും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? എക്സ് ആക്സിസിൽ കൂടെ കട്ട് ചെയ്ത് പോകുന്നല്ലേ? എക്സ് ആക്സിസിൽ കൂടെ കട്ട് ചെയ്ത് പോകുന്നെങ്കിൽ ആ കട്ട് ചെയ്ത് പോകുന്ന പോയിന്റിലെ y വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എക്സ് ആക്സിസിൽ y വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും അല്ലേ? അപ്പൊ ബേസിക്കലി നമ്മൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം നമുക്ക് എന്താ വിടുന്നത്? y ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ y ഈക്വൽ ടു 0 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. അപ്പൊ എന്ത് പറ്റും? എം ഓഫ് x1 മൈനസ് x0 പ്ലസ് y0 ഇങ്ങനെ കിട്ടെ. പെട്ടെന്ന് സംശയം തോന്നി, ഇവിടെ x ആയിരുന്നല്ലോ ഇവിടെ എങ്ങനെ x1 വന്നത്? അതെന്താ വെച്ചാൽ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ഒരു ലൈൻ ഇല്ലേ, ടാൻജന്റ് ലൈൻ ഇല്ലേ? ആക്ച്വലി ടാൻജന്റ് ലൈൻ എന്താ സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പം ഈ y വാല്യൂ x വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജന്റ് ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ഒരു x വാല്യൂ y വാല്യൂ ആണല്ലോ. അപ്പം എന്താണ് നമ്മൾ x1 എന്നോ ഏത് പോയിന്റും ആവാമല്ലോ. അതായത് ലൈൻ എത്ര പോയിന്റിൽ കൂടെ ക്രോസ് ചെയ്യാം? x1 y1 x2 y2 x3 y3 ഏത് പോയിന്റ് വേണമെങ്കിലും ആവാമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന y-നെ x-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y1 x1 എന്ന് എഴുതാം. ഓക്കെ, അത്രേ ഉള്ളൂ. ആൻഡ് ഈ y1 എന്താന്ന് ചോദിച്ചാൽ ഇത് 0 ആയി. അതിന്റെ കാരണം എന്താ? അത് x ആക്സിസിൽ കൂടെ കട്ട് ചെയ്ത് പോയി. നമ്മൾ ചോദിക്കും ടാൻജന്റ് x ആക്സിസിൽ കൂടെ കട്ട് ചെയ്ത് പോവല്ലോ. അതുകൊണ്ട് ഈ കാണുന്ന എക്സാമ്പിൾ കണ്ടല്ലേ? ഈ കാണുന്ന എക്സാമ്പിൾ ഈ വരച്ച ടാൻജന്റ് x ആക്സിസിൽ കൂടെ വന്ന് കട്ട് ചെയ്ത് പോയല്ലേ? അപ്പൊ എന്ത് പറ്റി? y1 എന്ന് പറഞ്ഞ പോയിന്റ് 0 ആയി, x1 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അത് തന്നെ, അത്രേ ഉള്ളൂ. x എന്ന് പറയുന്നത് തന്നെ വിളിക്കണമെന്നില്ല. ഇഷ്ടം പോലെ പോയിന്റ്സ് കാണുമല്ലോ ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ചെന്നേ ഉള്ളൂ. അപ്പൊ എന്ത് പറ്റി? നമുക്കിതാ ഈക്വേഷൻ കിട്ടിയല്ലോ ഏറ്റവും ലാസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബേസ് ഫോം. x1 ഈക്വൽ ടു x0 മൈനസ് y0 ബൈ എം. ഇത് നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഈ y0 എന്ന് പറഞ്ഞാൽ എന്തോന്നാ? എഫ് ഓഫ് x0 അല്ലേ? y0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x0 നമ്മൾ തൊട്ട് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എം എന്താ? എഫ് ഡാഷ് ഓഫ് x0 നമ്മൾ ഏത് പോയിന്റിലാണോ സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, അതായത് ഏത് പോയിന്റിലാണോ സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിലെ y വാല്യൂയും ആ പോയിന്റിലെ സ്ലോപ്പും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
അതിനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തോ x1 ഈക്വൽ ടു x0 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് x0. അത് കത്തിയേ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിരിക്കുന്ന ഫോം കണ്ടോ? x1 ഈക്വൽ ടു x0 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് x0. അപ്പോൾ വേണേൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, എക്സ് ഓഫ് എൻ പ്ലസ് 1 ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടുന്നത്, ഇത് നമ്മുടെ ന്യൂട്ടൺസ് തിയറിക്ക് വേണ്ടി. ഓക്കെ, ഓർത്ത് വെച്ചോ. എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനോട്ട് എന്നിട്ട് അതിൻ്റെ വിഷ്വലിങ് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4, അല്ലെങ്കിൽ അത് ബേസിക്കലി പറയുന്നത് എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണല്ലോ നമ്മുടെ എഫ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഡെറിവേറ്റീവ് 2x. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ആക്ച്വലി കണ്ടുപിടിക്കാൻ പോകുന്നത്, എക്സ് ഓഫ് എൻ പ്ലസ് 1. അത് നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് ഇപ്പോൾ വിഷ്വലി പറഞ്ഞുതരാം. അതെന്താ, എക്സ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ. ഇവിടെ എഫ് ഓഫ് എക്സ് എൻ എന്താ, എക്സ് എൻ സ്ക്വയർ മൈനസ് 4. എഫ് ഡാഷ് ഓഫ് എക്സ് എൻ എന്താ, 2x. അതായത് ഇവിടെ എക്സിന് വരെ എക്സ് എൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചോദിക്കും എൻ എന്താ, എൻ എന്ന് പറഞ്ഞാൽ അതായത് ഏത് സ്റ്റെപ്പാന്നുള്ള. ഇപ്പം നമ്മൾ ഇനിഷ്യലി ഇവിടുന്ന് തുടങ്ങുന്നത് 0, അപ്പം എൻ എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ എന്തോ ഈ എന്നും എല്ലാം മാറിയിട്ട് 0. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സ് ഓഫ് 1 ഈക്വൽ ടു എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 0 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ 2x0. ഓക്കെ, അപ്പോൾ എന്താ ഇവിടുത്തെ x0? x0 നമ്മൾ റാൻഡം വാല്യൂ എടുക്കുക. നമുക്കത് ഇവിടെ 5 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ x0 എന്ന് പറഞ്ഞാൽ 5 എന്ന് എടുക്കുന്നത്. അപ്പോൾ എക്സ് ഓഫ് 1 ഇവിടെ ഇട്ട് എക്സ് ഓഫ് 1 കിട്ടണമെങ്കിൽ x0 ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ സാധനം ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും, എക്സ് ഓഫ് 1 കിട്ടും. അത് വെച്ചിട്ട് എക്സ് ഓഫ് 2 കണ്ടുപിടിക്കാം, പിന്നെ എക്സ് ഓഫ് 3 കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ എന്താന്ന് പറഞ്ഞുതരാം. താഴത്തെ നമ്മുടെ എക്സാമ്പിളോട്ടോ ഉണ്ടേ, നമ്മുടെ എഫ് ഓഫ് എക്സ് ഏതാണെന്ന്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 എന്നല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് അത് എക്സ് ആക്സിസിൽ എവിടെ ക്രോസ് ചെയ്യേണ്ടതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്ത് റാൻഡം ആയിട്ടൊരു പോയിന്റ് എടുത്ത് x0 ഈക്വൽ ടു 4 എന്ന് വന്നിട്ട് പോയിന്റ് എടുത്ത്. പക്ഷെ നമുക്കറിയാം റൂട്ട് ഓഫ് 4 എന്തോന്നാ, പ്ലസ് ഓർ മൈനസ് 2 അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ നമ്മൾ ഈ എക്സാമ്പിൾ പറയാനായിട്ട് ജസ്റ്റ് റാൻഡം ആയിട്ട് x0 ഈക്വൽ ടു 5 എന്ന് എടുത്ത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു ടാൻജന്റ് വലിച്ച്. ഓക്കെ, ഒരു ടാൻജന്റ് വലിക്കുമ്പോൾ നേരെ വന്നത് ഇവിടെ ക്രോസ് ചെയ്യും. ഇത് ഇവിടെ ക്രോസ് ചെയ്യും. ഈ ക്രോസ് ചെയ്യുന്ന പോയിന്റിലെ y വാല്യൂ എന്തായാലും 0 ആയിരിക്കും. കാരണം അത് എക്സ് ആക്സിസിലാണല്ലോ ക്രോസ് ചെയ്തത്. എക്സ് വാല്യൂ എന്തായിരിക്കും, ആ എക്സ് വാല്യൂ ആണ് നമുക്കത് ഇവിടുന്ന് കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ, ആ എക്സ് വാല്യൂ ആണ് ആക്ച്വലി നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ 5 കൊണ്ടുവന്നിട്ട് കൊടുത്താൽ ഓക്കെ, ഇവിടെ എന്ത് കിട്ടും, 5 മൈനസ് 5 സ്ക്വയർ ബൈ 4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 5. അപ്പോൾ എല്ലാം കൂടെ കമ്പ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2.90 എന്ന് കിട്ടും. ഓക്കെ, 2.90 ഇവിടെ ക്ലോസ് ചെയ്തല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം, നമ്മൾ x2 കണ്ടുപിടിക്കാൻ പോവാം. x2 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ x1 കിട്ടിയല്ലോ, ഇനി എന്നിനെല്ലാം 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും, x2 ഈക്വൽ ടു x1 മൈനസ് x1 സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ 2x1. അപ്പോൾ നമുക്ക് എന്ത് x2 കിട്ടും, അതുപോലെ x3 കിട്ടും, പിന്നെ x4 കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്ത് പോവാം. ഓക്കെ, അത് ഞാൻ വിഷ്വലി കാണിച്ചു തരാം. ഇപ്പോൾ എന്ത് കിട്ടി, നമ്മുടെ ഈ x1 ഉണ്ടല്ലോ, നമ്മുടെ x2 കണ്ടുപിടിക്കാൻ പോവാം. x2 കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ x1 പോയിന്റ് ഉണ്ടല്ലോ, ഓക്കെ, അത് കർവിൽ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ എടുത്ത് ടാൻജന്റ് വരയ്ക്കും. അപ്പോൾ അതാ x2 പോയിന്റ് കിട്ടി. ഏതാ, 2.14. ഓക്കെ, ഈ 2.14 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ഇത് ക്രോസ് ചെയ്ത്. അപ്പോൾ നമ്മൾ നേരെ 2.14 ആ പ്ലോട്ടിൽ മീൻസ് ആ ഗ്രാഫിൽ എവിടെയാണ് അവിടെ മാർക്ക് ചെയ്യും. ഇനി അവിടെ ടാൻജന്റ് വരയ്ക്കും. അപ്പോൾ എന്ത് കിട്ടും, x3 കിട്ടും. ഓക്കെ, x3 നേരെ കർവിൽ കൊണ്ടുപോയി മാർക്ക് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ടാൻജന്റ് വരയ്ക്കും. അപ്പോൾ x4 കിട്ടും. ഓക്കെ, ഓൾമോസ്റ്റ് എറർ അത്രയും നെഗ്ലിജിബിൾ ആയി. അതായത് നമ്മൾ വാല്യൂയിലോട്ട് എത്തി. അതായത് നിങ്ങൾക്ക് നമ്മളിവിടെ ആക്ച്വലി ചെയ്ത് എന്താണെന്ന് മനസ്സിലായില്ലേ. അതായത് നമ്മുടെ കയ്യിൽ ഏറ്റവും ആദ്യം x0 പോയിന്റ് ഉണ്ടായിരുന്നു, അതിതായിരുന്നു. ഓക്കെ, ആ പോയിന്റ് കണ്ടേ, നോക്ക്, ആദ്യം എക്സ് ആക്സിസിലാണ് എടുത്തത്. അത് നേരെ നമ്മൾ എന്ത് ചെയ്ത് ആ കർവിൽ നമ്മുടെ ഏത് ഫംഗ്ഷൻ ആണോ ആ ഫംഗ്ഷന്റെ കർവിൽ നമ്മൾ മാർക്ക് ചെയ്ത്. ഈ ബ്ലൂ ഫംഗ്ഷൻ ഏതാ, ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്നതാണ്. ഓക്കെ, ഈ ബ്ലൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഓഫ് എക്സ് ആണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ആദ്യത്തെ ഇനീഷ്യൽ പോയിന്റ് നമ്മൾ എടുത്തത് x0 എന്ന് പറഞ്ഞാൽ 5. ആ 5ന്റെ എന്ത് ചെയ്ത് നേരെ ആ ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് എന്നിട്ട് അവിടെ ഒരു ടാൻജന്റ് വരച്ചപ്പോൾ അത് വന്നിട്ട് എക്സ് ആക്സിസ് ക്രോസ് ചെയ്ത് ആ ക്രോസ് ചെയ്ത പോയിന്റ് ആണ് ആക്ച്വലി x1. ഓക്കെ, ഇനി എന്ത് ചെയ്ത് വീണ്ടും നമ്മൾ അവിടെ വരച്ച് മീൻസ് ആ ക്രോസ് ചെയ്ത പോയിന്റിന്റെ നേരെ കറസ്പോണ്ടിങ് പോയിന്റ് പ്ലോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് അവിടെ ഒരു ടാൻജന്റ് വരച്ച് അപ്പോൾ എന്ത് കിട്ടി, നേരെ അതും വന്ന് എക്സ് ആക്സിസ് ക്രോസ് ചെയ്ത് അപ്പോൾ ആ ഒരു പോയിന്റിനെ നമ്മൾ നേരെ എടുത്ത് വീണ്ടും പ്ലോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് അവിടെ വരച്ച് വലിച്ച് നമ്മൾ റൂട്ട് ചെയ്ത്. ഇനി നിങ്ങൾ ഓരോ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാവും. ഏറ്റവും നമ്മുടെ അടുത്ത് x0 5 അല്ലേ, നെക്സ്റ്റ് ഇറ്ററേഷൻ എടുത്തപ്പോഴേ x1 എന്ന് പറയുന്നത് 2.90 അതായത് നമ്മുടെ ആക്ച്വൽ റൂട്ട് 2 അടുത്ത് തുടങ്ങിയുണ്ട് 2.90. അടുത്ത വാല്യൂ എന്താ 2.14 അതായത് 2 വളരെ അടുത്തു. അടുത്ത് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് 2.02 അതായത് 2 പിന്നെ അടുത്തു. ഏറ്റവും ലാസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് 2.000005. ഓക്കെ, അതായത് ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞു പോകുമ്പോഴും ഓക്കെ അത് നമ്മുടെ ആക്ച്വൽ റൂട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുക. അതായത് x0 എന്ന് പറയുന്നത് ഇവിടെ 5 ആയിരുന്നെങ്കിൽ x1 എന്ന് പറയുന്നത് ഇവിടെ 2.9 ആയി, x2 എന്ന് പറയുന്നത് 2.13 ആയി, x3 എന്ന് പറയുന്നത് 2.004 ആയി, x4 എന്ന് പറയുന്നത് 2.0004 ആയി. അതായത് നാലാമത്തെ ഇറ്ററേഷനിൽ ഓൾമോസ്റ്റ് ആണ് നമുക്ക് റൂട്ട് കണ്ടുപിടിച്ച് തന്നു. മനസ്സിലായോ? ഇതാണ് ആക്ച്വലി ന്യൂട്ടൺസ് തിയറി വെച്ചിട്ട് എന്താണ് നമുക്ക് ആ റൂട്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് നമ്മളിവിടെ ആക്ച്വലി ഉപയോഗിച്ചത് എന്താ ഡെറിവേറ്റീവ് എവിടെ ഉപയോഗിച്ചെന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ സ്ലോപ്പ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞു ഇവിടെ. ഓക്കെ, f'(x0) അതാണ് നമ്മുടെ ഡെറിവേറ്റീവ്. മനസ്സിലായോ? ഓരോ സ്റ്റെപ്പിലും വരും f'(xn) അത് തന്നെ. ഇതാണ് ബേസിക്കലി നമ്മുടെ ന്യൂട്ടൺ തിയറി പറയുന്നത്. മനസ്സിലായോ? ഇനി ഇതുപോലെ വേറെ കുറെ എക്സാമ്പിൾസ് കാണിച്ചു തരാം. അതായത് വിഷ്വലി ചെയ്യാനുള്ള എക്സാമ്പിൾ. അതായത് ഇവിടെ വന്നേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡാ. അതായത് ഈ ഫംഗ്ഷൻ ഇതെന്ന് പറഞ്ഞാൽ എന്ത് x³ - 2x - 5 = 0 എന്ന് പറയുന്ന ഈക്വേഷൻ. ഓക്കെ, ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഏറ്റവും ആദ്യം റാൻഡം പോയിന്റ് എടുത്ത് x0 3 എന്നിട്ട് നമ്മൾ x1 കണ്ടുപിടിച്ച് ഏത് ടാൻജന്റ് വരച്ച്. ഓക്കെ ഇവിടെ ആൾക്കാർക്ക് താന്ന സംശയമുണ്ട്, ചേട്ടാ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും ടാൻജന്റ് വരച്ച് കളിക്കണമെന്ന്. വേണ്ട, ടാൻജന്റ് വരച്ച് നമ്മൾ ആക്ച്വലി കളിക്കണ്ട. നമുക്ക് അതിന് വേണ്ടി x0 x1 ഒക്കെ കണ്ടുപിടിക്കാനുള്ള വാല്യൂ ഉള്ള. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ടാൻജന്റ് വരയ്ക്കുന്ന എന്തോതിനാ ബേസിക്കലി. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ ടാൻജന്റ് വരച്ചോണ്ടിരുന്ന എന്തിനാ, ഇവിടെ x1 x2 x3 പോലത്തുള്ള വാല്യൂസ് കാണിച്ചു തരാനാ. റിയൽ ലൈഫിൽ നമ്മൾ ടാൻജന്റ് വരച്ചിട്ടല്ലല്ലോ, നമ്മൾ ഈക്വേഷൻ യൂസ് ചെയ്തോണ്ടല്ലേ ആ വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പം എപ്പോഴും നമ്മൾ ഇതുപോലെ ടാൻജന്റ് വരയ്ക്കാൻ നിൽക്കില്ല. ഞാനത് നിങ്ങളെ വിഷ്വലി കാണിച്ചു തരാം എന്താണ് ആക്ച്വലി ഇതിന്റെ ഇന്നർ മീനിങ് എന്നുള്ളത്. നമുക്ക് ആ വാല്യൂസ് കിട്ടാൻ എപ്പോഴും ഒരു ഫംഗ്ഷൻ കിട്ടിയ ഫംഗ്ഷനെ വരച്ച് ആ ഒരു പോയിന്റ് കുത്തി ടാൻജന്റ് വരച്ച് അതൊക്കെ ഭയങ്കര പാടാ. അതൊന്നും ആരും ചെയ്യാൻ നിൽക്കത്തില്ല. ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് പോയിന്റ്സ് കണ്ടുപിടിച്ച് നമ്മൾ റൂട്ടിനോട് അടുത്തോണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ തോന്നാൻ സാധ്യതയുള്ള വേറെ സംശയമുണ്ട്. ഓക്കെ, നമുക്ക് വിഷ്വലി എല്ലാം മനസ്സിലാവുള്ളൂ. നമ്മളിത് ആക്ച്വലി നമ്മുടെ കറക്റ്റ് സാധനം നമുക്ക് നമ്മുടെ കറക്റ്റ് പോയിന്റിൽ എത്തിയെന്ന്. ഓക്കെ, അതായത് ഇതിപ്പം ഞാൻ കാണിച്ചെന്താ വിഷ്വലി അല്ലേ. ഓക്കെ, അപ്പൊ വിഷ്വലി മാത്രമല്ല നമുക്ക് കണ്ട ഇങ്ങനെ മനസ്സിലാവും ഇത് കറക്റ്റ് നമ്മുടെ പോയിന്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അല്ലാതെ തിയറിറ്റിക്കലി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ എഴുതി വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ x1 കണ്ടുപിടിച്ചു, x2 കണ്ടുപിടിച്ചു, x3 കണ്ടുപിടിച്ചു, x4 കണ്ടുപിടിച്ചു, അങ്ങനെ പൊക്കൊണ്ടേ ഇരുന്നാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും നമ്മുടെ കറക്റ്റ് സാധനത്തിൽ എത്തിയേക്കുന്നതെന്ന്. ഓക്കെ, മനസ്സിലാവും, സിമ്പിളാ. ആദ്യം നമ്മൾ x0 എടുത്തിട്ട് നമ്മുടെ ആക്ച്വൽ f(x) കൊണ്ട് ഇട്ട് നോക്ക്. ഓക്കെ, ഇവിടെ കൊണ്ട് ഇട്ട് നോക്ക് 5² - 4 എന്ത് കിട്ടും? 5² - 4 എന്ത് കിട്ടും? 25 - 4 21. നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത വാല്യൂ എത്ര? 0. ഓക്കെ, പക്ഷെ കിട്ടിയെന്താ 21. എത്രത്തോളം ഉണ്ട് ഡിഫറൻസ്. അപ്പൊ നമുക്ക് മനസ്സിലായി x0 അല്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് x1 കണ്ടുപിടിച്ച് x1നെ നേരെ കൊണ്ട് f(x) ഇട്ട് കൊടുക്കും. ഈ സ്ഥലത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, അതെന്തായിരിക്കും ചിലപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടിയ വാല്യൂ ഉണ്ട് 4.4100. അതായത് നമ്മുടെ x1 എന്തായിരുന്നു 2.9.
2.9 കൊണ്ട് നമ്മുടെ എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുത്ത് എഫ് ഓഫ് എക്സ് എന്താ x² - 4 എന്ന് വന്ന ഇക്വേഷനിൽ. അപ്പോൾ ആ x² - 4 എക്സിൽ എന്തോ കൊണ്ട് ഇട്ട് കൊടുത്ത് ഈ വാല്യൂ ഇട്ട് കൊടുത്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 4.4100. പക്ഷെ നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത വാല്യൂ എന്തെന്നാ 0. ഓക്കെ, അപ്പം എന്ത് പറ്റി? അതല്ല, മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്ത്, അപ്പോൾ നമുക്ക് മനസ്സിലായി x1 സ്യൂട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് x2 കണ്ടുപിടിച്ചു. ഓക്കെ, x2 എന്ത് കിട്ടി 2.14. x2 നമുക്ക് വേണ്ട ഈ ഇക്വേഷൻ വെച്ച് തന്നെ x2 എടുക്കാമല്ലോ. ഓക്കെ, ഇവിടുന്ന് തന്നെ നമ്മൾ x2 സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു x2 വാല്യൂ കിട്ടി. ആ x2 വാല്യൂവിനെ കൊണ്ട് ഇവിടെ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടി? വേണ്ട 0.578124 എന്ന് കിട്ടി. അപ്പോഴും എന്താ ഇല്ല, നമുക്ക് വീണ്ടും 0 ആയ, പക്ഷെ കിട്ടി എന്താ 0.5728. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി x2 അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അടുത്ത ചെയ്ത് x3 എടുത്ത് x3 വാല്യൂ എന്താണെന്ന് ഇക്വേഷൻ വെച്ച് നമുക്ക് കമ്പ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x3 വാല്യൂ എന്ന് പറയുന്നത് ഇത് കിട്ടി 2.0045 എന്ന് കിട്ടി. ഇനി ഇതിനെ കൊണ്ട് നമ്മുടെ എഫ് ഓഫ് എക്സിൽ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഇൻസേർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ ഇവിടെ കിട്ടിയത്? 0.018251. സ്റ്റിൽ അത് 0 അല്ല. ഓക്കെ, സ്റ്റിൽ അത് 0 അല്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? x3 അല്ല. എന്നാൽ x4 ട്രൈ ചെയ്ത് നോക്കാം. x4 ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് ഈ ഇക്വേഷൻ വെച്ചിട്ട് x4 കണ്ടുപിടിക്കാം. x4 കണ്ടുപിടിച്ചിട്ട് നേരെ ഇവിടെ വരുമ്പോൾ എന്ത് കിട്ടും? 2.000005 എന്ന് കിട്ടും. ഇതിനെ കൊണ്ടുവന്നിട്ട് ഈ എക്സ് വാല്യൂവിനെ എന്ത് ചെയ്യണം? എടുത്ത് നേരെ കൊണ്ടുവന്നാൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു എഫ് ഓഫ് എക്സ് വാല്യൂ കിട്ടും. അതെന്താ ഇവിടെ കിട്ടിയത്? 0.00000021. ഓക്കെ, നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് 0. ഓക്കെ, ഓൾമോസ്റ്റ് 0. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? x5 ആണ്, x5 അല്ല x4 ആണ് നമുക്ക് വേണ്ടിയിരുന്ന വാല്യൂ. ഓക്കെ, x4 ആണ്. x4 എന്താ ഇവിടെ? 2.000005. നമുക്ക് അങ്ങ് എക്സാക്ട് വാല്യൂ കിട്ടില്ല, പക്ഷെ ഓൾമോസ്റ്റ് കറക്റ്റ് വാല്യൂ കിട്ടി. അതായത് ആക്ച്വലി നമുക്ക് റൂട്ട് അതായത് ഏതോ ഒരു x(n+1) ആണ് നമ്മുടെ റൂട്ട്. നമ്മൾ ആ റൂട്ട് കണ്ടുപിടിക്കുന്നവരെയും പൊക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് x0 കിട്ടിയില്ലെന്ന് വെച്ചോ, അപ്പൊ നമ്മൾ എന്ത് x1 കണ്ടുപിടിക്കും. എന്തോത്തിനെ വെച്ചിട്ട്? x0 ഉപയോഗിച്ച്. മനസ്സിലായോ? കാരണം ഈ കേസ് ആണെങ്കിൽ x1 = x0 - x0²/4 / 2x0. ഓക്കെ, അപ്പൊ നമുക്ക് x1 കിട്ടി. നമ്മൾ x1 കൊണ്ട് എവിടെ പ്ലഗ് ഇൻ ചെയ്ത് നോക്കും? അപ്പൊ കിട്ടിയില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി x1 അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? x2 കണ്ടുപിടിക്കും. x2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? x1 ഉപയോഗിച്ചുകൊണ്ട് x2 കണ്ടുപിടിക്കും. എന്നിട്ട് പ്ലഗ് ഇൻ ചെയ്ത് നോക്കും. അപ്പോഴും വർക്ക് ചെയ്തില്ല. നമ്മൾ x3 കണ്ടുപിടിക്കും. x3 കണ്ടുപിടിക്കാൻ നമ്മൾ ആരെയും ഉപയോഗിക്കുന്നത്? x2 ഉപയോഗിക്കും. അങ്ങനെ തപ്പി അല്ലാതെ നമുക്ക് ഏതോ ഒരു xn+1 വാല്യൂവിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റൂട്ട് ഓൾമോസ്റ്റ് സെയിം ആയെന്ന് മനസ്സിലാവും. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇത് വിഷ്വലി ആദ്യം ഒന്ന് കാണിച്ചു തരിക, മനസ്സിലാക്കിയത് എന്താണെന്നുള്ളത്. പിന്നെ തിയറിറ്റിക്കലി അത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. കാരണം മെഷീൻസ് ആണ് ലാസ്റ്റ് കുറെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ മെഷീൻസിന്റെ അകത്ത് ഇതിങ്ങനെ കണ്ടുപിടിക്കുന്നത് അവിടെ ഒരു എറർ ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ എറർ ലിമിറ്റ് വരെ എത്തുമ്പോഴത്തേക്ക് ഓക്കെ ഓൾമോസ്റ്റ് ആയി, മതി, ഇത് മതി. ഓൾമോസ്റ്റ്, അതായത് അത്ര ഒരു ആക്യുറേറ്റ് വാല്യൂ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ സാധനം റെഡി ചെയ്യും. അത്രേ ഉള്ളൂ. ഇത് ഞാൻ വിഷ്വലി കാണിച്ചു, മറ്റേ തിയറിറ്റിക്കലി ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇത് ഞാൻ നമ്മൾ രണ്ടാമത് വന്നൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നില്ല, x³ - 2x - 5. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേറൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. x² - 4 ഒറ്റ റൂട്ടല്ലല്ലോ, 2 റൂട്ട് ഉണ്ടല്ലോ, -2 ഉണ്ടല്ലോ എന്ന്. അത് കണ്ടുപിടിക്കാൻ എളുപ്പ. ഇവിടെ ഇപ്പൊ x0 5 അല്ലേ എടുത്തത്, വേണേ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് x0 = -4 എന്ന് എടുക്കുക. അവിടെ ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ അവിടെ നിങ്ങൾ അവിടെ റൂട്ടിൽ ചെന്ന് മുട്ടും. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോണ്ട് ഇവിടെ റൂട്ട് കിട്ടി, ആ സൈഡിൽ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ റൂട്ട് കിട്ടും. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ വേണ്ട, ഇതൊരു ക്യൂബിക് ഫംഗ്ഷൻ ആണ് ഈ താഴെ എടുത്ത. ഇത് ചിലപ്പോൾ 3 റൂട്ട് കാണും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ടാസ്ക് ആണ്. നിങ്ങളൊരു പേപ്പർ പേന എടുക്കുക, അല്ലെങ്കിൽ കാൽക്കുലേറ്ററോ വല്ലതും എടുത്തിട്ട് അതിന്റെ x0 x1 x2 ഏതെങ്കിലും ഒരു റാൻഡം പോയിന്റ്, ഇവിടെ ജസ്റ്റ് 3 എടുത്തേ ഉള്ളൂ, പോയിന്റ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഡിഫറൻസ് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ്. ഇത് ഞാൻ ജസ്റ്റ് വിഷ്വൽ ചെയ്ത് കാണിച്ചു തന്നിവിടെ. എന്താ വരച്ചു, ഇവിടെ ഒന്ന് എക്സ് ആക്സിസിൽ മുട്ടി, അതേ കർവിന്റെ ആ പോയിന്റ് മാർക്ക് ചെയ്തു, അവിടെ ഒരു ടാൻജന്റ് വരച്ചു, അതിവിടെ മുട്ടി, വീണ്ടും മാർക്ക് ചെയ്തു. ഓക്കെ, ആണ്ടാ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ സാധനം കിട്ടി. ഉണ്ടാ ഏത് ഒരു റൂട്ട്. ഇത് വേറെ രണ്ട് ഭാഗത്തൂടെ മുട്ടുന്നുണ്ടായിരിക്കാം, കാരണം ക്യൂബിക് ഫംഗ്ഷൻ അല്ലേ. ഇനി വേറെ ഒന്നും കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇത് ഇത്രയും നേരം നമ്മൾ ഒരു പോയിന്റ് എടുത്തത് അതിനപ്പുറത്തെ പോയിന്റ് എടുത്തത്, അതായത് ശ്രദ്ധിച്ചില്ലേ ഈ പോയിന്റിൽ എന്താ, ഇവിടെ നമ്മുടെ ആക്ച്വൽ റൂട്ട് 2 ആയതിനെ നമ്മൾ ഇവിടെ 5 കൺസിഡർ ചെയ്തത്. ഓക്കെ, അതുപോലെ
നമ്മൾ ഇവിടുത്തെ ആക്ച്വൽ റൂട്ട് 2.095 ആണ്, നമ്മൾ 3 കൺസിഡർ ചെയ്ത. ഇനി നമ്മൾ താഴെ നിന്ന് എടുക്കുക. നമ്മുടെ ആക്ച്വൽ റൂട്ട് 2.095 ആണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പോഴും മേളിലുള്ള നമ്പേഴ്സ് അല്ലേ എടുത്തത്. നമ്മൾ അബദ്ധവശാൽ നമ്മൾ ഗസ് ചെയ്യുന്ന നമ്പർ താഴെയാണല്ലോ വേണ്ടേ എടുത്ത്. അപ്പോൾ എന്ത് പറ്റി? ഈ ടാൻജന്റ് എവിടെ ചെന്ന് എക്സ് ആക്സിസിൽ മുട്ടിയത്? ഇങ്ങ് കണ്ടോ? അപ്പോൾ എന്ത് പറ്റി? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു വര വരച്ച്. ആക്ച്വലി ഈ ലൈൻ നേരെ ചെന്ന് ഈ ഫംഗ്ഷനിൽ മുട്ടുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് ക്യാൻവാസിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് നേരെ മേളിൽ ഒരുപാട് മേളിപ്പോൾ ഇത് മേളിൽ ചെന്ന് അങ്ങ് അറ്റത്ത് ഹയ്യർ ഒരു പോയിന്റ് ഒരു മുട്ടുന്നുണ്ട്. അപ്പോൾ ഏതാ പുതിയ x2 എന്ന് പറയുന്ന പോയിന്റ്, x1 എന്ന് പറയുന്ന പോയിന്റ് അതായിരിക്കും, അവിടെ ആയിരിക്കും. അവിടുന്ന് ഞാൻ ടാൻജന്റ് വരച്ചാൽ എന്ത് വരും? ഇതാണ് കേട്ടോ, മേളീന്ന് വരുന്നുണ്ടോ ആ ടാൻജന്റ് വന്ന് ഇവിടെ മുട്ടി. ഓക്കെ, അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് കിട്ടും അതേ മേളിൽ തന്നെ. അത് ക്യാൻവാസിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, എടുത്ത് അവിടെ ഇങ്ങനെ വരച്ച് കണ്ട വീണ്ടും കണ്ട ഇത് വീണ്ടും മേളീന്നാണ് വരുന്നത്. അപ്പൊ എന്ത് വരുന്നത്? ഇവിടെ വന്ന് മുട്ടി, ഇവിടെ മുട്ടി. അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് കർവി മാർക്ക് ചെയ്ത് കണ്ട മുട്ടി 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 കണ്ട. ഇത് 5th ഇറ്ററേഷനിലെത്തി. മറ്റേ തേർഡിലാണെങ്കിൽ ഇവിടെ 5th. അതായത് ആക്ച്വലി നമ്മൾ ഏത് പോയിന്റ് ആണ് എടുക്കുന്നതിനനുസരിച്ചിരിക്കും. നമ്മളങ്ങ് ഒരുപാട് ഫാർ അവേ പോയിന്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1-2 സ്റ്റെപ്പ് കൂടുതൽ വേണ്ടി വരും. അല്ല നമ്മൾ അടുത്തുള്ള പോയിന്റ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എത്തും. നമ്മുടെ സ്റ്റെപ്പുകൾ വളരെ കുറച്ച് മതി. ആൻഡ് ഇപ്പൊ ആ ഡിഫറൻസ് തന്നെ ഉണ്ടല്ലോ, മേളിൽ കയറ്റി ചെയ്യുമ്പോഴും താഴെ കയറ്റി ചെയ്യുമ്പോഴും ഉണ്ടായ ഡിഫറൻസ് കണ്ടല്ലോ, 2 സ്റ്റെപ്പ് കൂടിയത്. ഇത്രയേ ഉള്ളൂ ബേസിക്കലി.